ആവേശകരമായ കിഡ്സ് വിഭാഗത്തിന്റെ പ്രസംഗ മത്സരം പുരോഗമിക്കുന്നു. അടുത്തതായി വേദിയിലെത്തുന്നു അർഫാസ്. അസ്സലാമു അലൈക്കും. വേദി നിയന്ത്രിക്കുന്ന ദിശയിൽ നാം ഏറ്റവും ബഹുമാനിക്കുന്ന ഉസ്താദുമാരെ, സഹപാഠികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുവാനാണ് നാം ഇവിടെ ഒത്തുകൂടിയത്. ഇത് ഈ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നബിയെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ നബിദിനം ആഘോഷിക്കുമ്പോൾ ചിലർക്ക് തലവേദനയാണ്. സഹോദരങ്ങളെ, ഒരു നിർഭാഗ്യവാൻ മാത്രമാണ്. നമ്മെക്കാളും സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന നബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്തിലാണ് നാം സന്തോഷിക്കേണ്ടത്? ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നബി അലൈഹി സ്വലമ തങ്ങളെ പ്രകീർത്തിച്ച് മൗങ്കൂസ്, മൗലിദും ബുർദയും മറ്റു പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇന്നതെല്ലാം നാമവിശേഷമായി ഇരിക്കുകയാണ്. അല്ലാഹു തആല വലിയ നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രാവർത്തികമാക്കിയാൽ വളരെയധികം പ്രതിഫലമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ചെറിയവരെ സ്നേഹിക്കാനും വലിയവരെ ആദരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആരെ കണ്ടാലും പുഞ്ചിരിക്കണമെന്നും സലാം പറയണമെന്നും പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് നാം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആവേശകരമായ